ഹൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ. ഇന്നുണ്ടല്ലോ ഇന്ന് എൻ്റെ ദിവസമാണ്. എൻ്റെ ദിവസം മീൻസ് എൻ്റെ കൂട്ടുകാരുടെയും കൂടെ ദിവസമാണ് കേട്ടോ. ഒരു ചെറിയൊരു സ്റ്റേക്കേഷൻ. അങ്ങനെതാ നമ്മൾ രാവിലെ തന്നെ കൊണ്ടുപോയാക്കാൻ വരും. പിന്നെ നമുക്ക് ചെറിയൊരു ആവശ്യം ഉണ്ടായിരുന്നു, ഒന്ന് അക്ഷയ പോകേണ്ടത്. അപ്പോൾ നമ്മളതിങ്ങനെ കൊടുത്തിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പം മോൻ അച്ഛനെ ഓർക്കുക, അല്ലെങ്കിൽ അച്ഛൻ മോനെ ഓർക്കുക, അതിൽ രണ്ടിലേതൊരു ഒന്നും നടക്കും അവിടെ. അങ്ങനെതാ എൻ്റെ ഡുണ്ടു ഇവളുടെ ശരിക്കുള്ള പേര് സൂര്യലക്ഷ്മി എന്നാട്ടോ, ഞങ്ങളുടെ ചെല്ലപ്പേരാണ് ഡുണ്ടു. അങ്ങനെ ഡുണ്ടു വന്നു. ഇനി ഒരാളോട് വരാനുണ്ട് കേട്ടോ. പിന്നെ കാശീനെ ഡുണ്ടു ആയി നോട്ടമൊക്കെ. അങ്ങനെ കാശികൂടൻ അവിടുന്ന് ഒരു ബസ് വാങ്ങി കേട്ടോ, പുതിയൊരു ബസ്. അവൻ എവിടെ പോയാലും വണ്ടി നിർത്തുന്നതാണ്. പിന്നെതാ അടുത്ത ആളും വന്നു കേട്ടോ, എൻ്റെ കുഞ്ചൂസ്, അതായത് അഞ്ചു. അങ്ങനെതാ എൻ്റെ കെട്ടിയനോട് ഭാര്യയും പറഞ്ഞ് ഞങ്ങളത് പോവുകയാണ് ഗേസ്. ഒരു സ്റ്റേക്കേഷൻ വിത്ത് ഞങ്ങളുടെ ബഡീസ്. ഞങ്ങളൊരു ഡിഗ്രി തൊട്ടുള്ള, അഞ്ചുമായിട്ട് ഞാൻ പ്ലസ് ടു തൊട്ടുള്ള ആമില്ല, ഡുണ്ടുമായിട്ട് ഡിഗ്രി തൊട്ടുള്ളതാണ്. പക്ഷേ എല്ലാവരും കട്ട കമ്പനിയാണ്. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറി. പിന്നെ കാക്കയിൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇറങ്ങിയിട്ട് ഓട്ടോയിലൂടെ പോവുക കേട്ടോ. കാശിക്കൂട്ടനൊക്കെ ഉള്ളതുകൊണ്ട് ബസ്സിൽ പോക്ക് കുറച്ച് റിസ്ക്. അപ്പം നമുക്ക് ഓട്ടോയിൽ പോവാം. അപ്പോൾ ചേട്ടന് സ്ഥലം അങ്ങോട്ട് പിടികിട്ടിയില്ല. അപ്പം നമ്മൾ ഇങ്ങനെ വഴി പറഞ്ഞു കൊടുക്കുകയായിരുന്നു. പിന്നെ നമ്മൾ ലൊക്കേഷനൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ പോയത്. ഇതാ നമ്മൾ ഓട്ടോയിൽ യാത്ര തുടങ്ങി. കാശിക്കൂട്ടൻ സൈഡിലിരിക്കുന്നുണ്ട് കേട്ടോ. അവന് യാത്ര എന്താ പറയുക, യാത്ര അങ്ങോട്ട് ആസ്വദിക്കുകയാണ്. അങ്ങനെ നമ്മളിതാ ക്യാഷൊക്കെ കൊടുത്ത് സ്ഥലത്തെത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ സ്ഥലം ഏതാണ് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ കുറച്ച് പേർക്കൊക്കെ അറിയാം, കാരാപ്പുഴ ഡാം. കാരാപ്പുഴേൻ്റെ അടുത്ത് തന്നെയാണ് ഈ ഒരു റിസോർട്ട് വരുന്നത്. വയനാട് ഗ്രീൻ പാർക്ക് എന്ന് പറയുന്നത്. നല്ലൊരു അറ്റ്മോസ്ഫിയർ. എനിക്ക് ചെന്നപ്പോൾ തന്നെ ഇഷ്ടമായിട്ടോ. ഒരു അറ്റ്മോസ്ഫിയർ അടിപൊളിയാണ്. കാരണം ഒരു കുഞ്ഞു കാട്ടിനുള്ളിലൊക്കെ ചെന്ന് നമ്മളൊരു സ്റ്റേക്കേഷൻ നടത്തില്ലേ, ആ ഒരു അടിപൊളി ഫീലിംഗ് തന്നെ കേട്ടോ. ചെല്ലുമ്പോൾ തന്നെ ചുറ്റും കുറേ മരങ്ങളൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. അത് കാരണം തന്നെ ആ ഒരു ഫുള്ള് പച്ചപ്പാണ് ഗൈസ്. എന്താണ് ഇവിടെ ടൂറിസ്റ്റ് ആൾക്കാർക്ക് വന്നാൽ ഭയങ്കര അടിപൊളിയായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. കാരണം കുറേ പാർക്കിംഗ് സൗകര്യങ്ങളും എന്താണോ നമ്മൾ ശരിക്കുമുള്ളൊരു ഹോം സ്റ്റേ ആഗ്രഹിക്കുന്നത്, അത് തന്നെ അടിപൊളിയാണ്. ഏകദേശം ഇപ്പം ഞങ്ങൾ തന്നെ കണ്ടുമുട്ടിയിട്ട് ഒരു 1.5 വർഷത്തിന് മേലെ. അപ്പം എന്തായാലും ഈ ഒരു ടൈമിൽ എന്തായാലും ഞങ്ങളിവിടെ വരണം, എവിടെയെങ്കിലും ഒരു റൂം എടുക്കണം എന്ന് ഓർത്തത്. പക്ഷേ ഞങ്ങൾക്ക് ഞങ്ങൾ അന്വേഷിച്ചപ്പം എക്സ്ട്രാ മോറായിട്ട് അടിപൊളി ഒരു സ്ഥലം തന്നെ നമുക്ക് കിട്ടിയിട്ടോ. സ്വിമ്മിംഗ് പൂളും ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളൊരു ഒരു 2 മണി ഒരു ടൈം ആയപ്പോഴാണ് ചെക്ക് ഇൻ ചെയ്തത് കേട്ടോ. നല്ല അറ്റ്മോസ്ഫിയറാണ് ഗൈസ്. ഞാൻ ആ വീഡിയോയിലൂടെ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല, ആ പച്ചപ്പ് അതുപോലെ തന്നെ അടിപൊളി. കുറേ ഇപ്പോൾ കുട്ടികൾക്കാണെങ്കിൽ പോലും കളിക്കാൻ പാർക്കും മറ്റു സൗകര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അവർക്ക് ഓടിക്കളിക്കാനൊക്കെ ഇഷ്ടം. കാശിക്കൂട്ടൻ അവിടെ ഓടിക്കളിക്കാൻ ഏറ്റവും കൂടുതൽ സ്പേസ് ആയിരുന്നു. അത് കാരണം തന്നെ അവനും ഭയങ്കര എൻജോയ് ചെയ്തു കേട്ടോ. ഞങ്ങളുടെ കൂടെ ഞങ്ങൾ 3 പെണ്ണുങ്ങളുടെ കൂടെയുള്ള സെക്യൂരിറ്റി ഗാർഡായിരുന്നു കാശിക്കുട്ടൻ. അങ്ങനെ ഇത് അവരുടെ എന്താ പറയുക ഓഫീസും കാര്യങ്ങളൊക്കെ. ഇതാ പാർക്ക് ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളും കയറി കളിച്ചു കേട്ടോ. ഞങ്ങളായിരുന്നു അവിടുത്തെ ആദ്യത്തെ ഗസ്റ്റ് എന്ന് തോന്നുന്നു ഇന്നത്തെ. അങ്ങനെ റൂമിൻ്റെ ചാവിയൊക്കെ കിട്ടിയതാ മേലെയായിരുന്നു കേട്ടോ നമ്മുടെ റൂം. കുറേ ഹോം സ്റ്റേ പോലെ കുഞ്ഞു വീടുകൾ അപ്പുറം ഇങ്ങനെയുണ്ട്. ഇതാണ് നമ്മുടെ റൂം കേട്ടോ. നല്ല റൂമായിരുന്നു, ബഡ്ജറ്റ് ഫ്രണ്ട്ലി റൂം തന്നെയായിരുന്നു. അടിപൊളി റൂമും കാര്യങ്ങളൊക്കെ. ഈ വീഡിയോ ഫുള്ള് ഞാൻ തന്നെ എടുക്കുന്നത്. അപ്പോൾ എന്നെ നിങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും കേട്ടോ കാണുക. കാരണം കാശിക്കൂട്ടൻ്റെ പുറകെ അവരും പോകും, വീഡിയോ എനിക്ക് എടുക്കുകയും വേണം, നിങ്ങളെ കാണിക്കുന്നുണ്ട് സ്ഥലങ്ങളൊക്കെ. നമ്മുടെ വയനാടിൻ്റെ ഭംഗി നിങ്ങളെ കാണിക്കണ്ടേ. അങ്ങനെ ഇതാണ് കേട്ടോ താഴെയുള്ളൊരു, നമ്മുടെ റൂമിൻ്റെ തൊട്ട് താഴെ തന്നെയായിരുന്നു പാർക്ക് കേട്ടോ. അവിടെ ഒരു കുഞ്ഞ് തോണിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഉള്ളിലൊരു അരപ്പയിനെയാണെന്ന് തോന്നുന്നു, ഒരു ഫിഷ് ഉണ്ട്. അങ്ങനെ അവിടെ സ്വിമ്മിംഗ് പൂള് കണ്ടോ, ചുറ്റും കാട് പോലെ. കാടെന്ന് വെച്ചാൽ കൊടുങ്കാട് അങ്ങനത്തെ ഒരു ഇതല്ല കേട്ടോ, കുറച്ച് മരങ്ങളൊക്കെ ആയിട്ടൊരു നല്ല സ്ഥലം തന്നെ. ഞാൻ സ്ഥലപ്പേരൊന്നുകൂടെ പറയാം, വയനാട് ഗ്രീൻ പാർക്ക് റിസോർട്ടാണ് കേട്ടോ. അടിപൊളിയാണ്. നിങ്ങൾ വല്ല സ്റ്റേക്കേഷനോ അല്ലെങ്കിൽ വെറുതെ ഒരു ട്രിപ്പ് വരാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർ എന്തായാലും വന്നു പോകേണ്ട ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ. കാരണം കാരാപ്പുഴയ്ക്ക് അടുത്തായതുകൊണ്ട് തന്നെ നമുക്ക് കാരാപ്പുഴ ഡാം അവിടെയും എൻജോയ് ചെയ്യാം, ഇവിടെ വന്ന് സ്റ്റേ ചെയ്ത് എൻജോയും ചെയ്യാം കേട്ടോ. അത്ര അടിപൊളിയാണ്. കാശിക്കൂടൻ ഡ്രസ്സ് ഊരിയതുകൊണ്ടൊന്നും വിചാരിക്കേണ്ട, അവന് വെള്ളം കണ്ടാൽ അപ്പം ചാടണം. സ്വിമ്മിംഗ് പൂള് കാണുമ്പോഴത്തേനും ആശാൻ ഒന്ന് ചാടിയിട്ട് വന്നിരിക്കുന്നതാണ് കേട്ടോ അത്. പിന്നെ നമ്മൾ ഫുഡൊക്കെ വാങ്ങാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് വാങ്ങാൻ വേണ്ടി വന്നു പോയിരിക്കുകയാണ്. അപ്പോൾ അത് അവരുടെ കളി. എന്നേക്കാൾ കൂടുതൽ കാശിക്കൂട്ടൻ നോക്കിയത് അവർ രണ്ടുപേരും തന്നെയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ വന്നു. നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമാണ് കേട്ടോ അവരോട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ അവിടെ നിൽക്കുന്ന സ്ഥലത്ത്. പിന്നെ നമ്മളൊക്കെ പുറത്തുനിന്ന് തന്നെയാണ് ഓർഡർ ചെയ്തത്. അങ്ങനെ ഡുണ്ടൊക്കെ ഡ്രസ്സൊക്കെ മാറി നമ്മൾ കൂളിച്ചാടാനുള്ളൊരു ഇതിൽ നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. അങ്ങനെ നല്ലൊരു വൈബായിരുന്നു കേട്ടോ. ഫ്രണ്ട്സിനൊപ്പം പോകുമ്പോൾ ഒരു പ്രത്യേക വൈബല്ലേ അല്ലേ, ഇത് ഇടയ്ക്കൊക്കെ അല്ലേ ഉള്ളൂ. അങ്ങനെ നമ്മൾ മന്തിയും ഫ്രൈഡ്
റൈസും നൂഡിൽസൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇങ്ങനെ കഴിക്കാൻ വിശന്ന് പോയായിരുന്നു. നമ്മളാരും രാവിലെ ഒന്നും കഴിച്ചിട്ടില്ലായിരുന്നു. കാരണം തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു, നല്ല രുചിയുണ്ടായിരുന്നു. അങ്ങനെ കാശിക്കുട്ടൻ്റെ ഒരു കുസൃതിയാണ് ഇത്. ബാത്റൂമിൽ നിന്ന് വെള്ളമൊക്കെ എടുത്തിട്ട് നമ്മുടെ റൂമിലേക്ക് ഒഴിച്ചു. കണ്ടോ, ആശാൻ വികൃതിയാണ്. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ഫുഡൊക്കെ കഴിച്ച് റെസ്റ്റൊക്കെ എടുത്ത് പിന്നെ പൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടോ. ഷോർട്ട്സൊക്കെ ഇട്ട് പൂളിൽ ചാടാനുള്ള ശ്രമത്തിലാണ്. നല്ല ആ ഒരു ഇളം വെയിലുണ്ട്, ഒരു 4 മണി ടൈമാണ് കേട്ടോ ഇത്. അത് കാരണം തന്നെ ഒരു ഇളം വെയിലും കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ടായിരുന്നു. എന്നാലും ചെറിയൊരു തണുപ്പുണ്ടായിരുന്നു, കുറച്ച് ഉൾപ്രദേശമല്ലേ. പിന്നെ അവർ ആ നേരത്ത് നല്ല ചായയും ബിസ്ക്കറ്റൊക്കെ കൊണ്ടെത്തുന്നു കേട്ടോ. നല്ല തണുത്ത് പറിച്ചിരിക്കുമ്പോൾ ചായ ഇട്ട് നല്ല സുഖമല്ലേ. പിന്നെ കാശിക്കുട്ടൻ വെള്ളത്തിലായിരുന്നു, നല്ല വിറച്ചു കേട്ടോ. പിന്നെ ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞതാ നൂഡിൽസ് ഞങ്ങൾ തന്നെ പോയി ഉണ്ടാക്കി. അവിടുത്തെ കിച്ചണാണ് ഇത്, നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അപ്പം നല്ല മാഗിയൊക്കെ ഉണ്ടാക്കി. എന്തായാലേ ഇത്തൻ്റെ ഡുണ്ടൂമയുണ്ട്. അങ്ങനെ ഇത് അവരുടെ ഫുഡ് കഴിക്കാനുള്ള സ്പോട്ടാണ്. പിന്നെ ഞങ്ങൾ കുറച്ച് റീൽസും കാര്യങ്ങളൊക്കെ എടുത്തു കേട്ടോ. ഫ്രണ്ട്സ് എല്ലാവരും കൂടെ കൂടുമ്പോൾ അടിപൊളി തന്നെയല്ലേ അല്ലേ. അങ്ങനെ നമ്മളിതാ റീൽസൊക്കെ എടുത്ത് പൂളിൻ്റെ അവിടുന്ന്. പിന്നെ നമ്മൾ ഓർത്തൊന്ന് സന്ധ്യ സമയമായി ഒന്ന് നടന്നിട്ട് വരാൻ ഓർത്തു. പിന്നെ ഞങ്ങളൊന്ന് പുറത്തോട്ടൊക്കെ ഇറങ്ങി. ആ കാണുന്നതാണ് കേട്ടോ ഞങ്ങളുടെ ഹോം സ്റ്റേ. അടിപൊളിയാണ്. ഇതുപോലെ കുറേ വീടുകളുണ്ട് കേട്ടോ അപ്പുറം. ഇങ്ങനെ അപ്സ്റ്റെയറിലുള്ളത് നമ്മൾ മാത്രമേ ഉള്ളൂ. അങ്ങനെ അടുത്തടുത്ത് കുഞ്ഞു കുഞ്ഞു വീടുകളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ പുറത്തോട്ടിറങ്ങി. ഈ സ്ഥലമൊന്നും നമുക്കത്ര പരിചയമില്ലെങ്കിലും ഇറങ്ങി നടക്കാൻ ഒരു കോൺഫിഡൻസ് ഉണ്ടായി. കാരണം നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ് ഗൈസ്. അടിപൊളിയാണ്, വന്നൊന്ന് എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യും. അപ്പോൾ ഒരു പള്ളിയും കണ്ടു കേട്ടോ. പള്ളീൻ്റെ പേര് അറിയില്ല. ഞാൻ മാതാവിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിച്ചു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ആ ഒരു സന്ധ്യ സമയത്ത് പോയി പ്രാർത്ഥിച്ച് നല്ലൊരു മനസ്സിന് റിഫ്രഷിങ് മൊമെൻറ്റ് അല്ലേ. ഡുണ്ടു ഒരു ജിമ്മാട്ടോ. കാരണം അവളെപ്പോഴും ജിമ്മിൽ പോയി അവളുടെ ശരീരമൊക്കെ നന്നായി നോക്കുന്ന ഒരാൾ തന്നെയാണ് കേട്ടോ അവൾ. അപ്പോൾ അവളുടെ മസിലും ടൈസൊക്കെ അവൾ കാണിച്ചു തരികയാണ്. അങ്ങനെ നമ്മൾ നടന്നൊരു കുഞ്ഞിക്കട കണ്ടു കേട്ടോ. കുഞ്ഞിക്കട മീൻസ് അതൊരു പ്രത്യേക വൈബല്ലേ ഗൈസ്, ഒരു ചായയൊക്കെ സന്ധ്യ സമയത്ത് പോയി കുടിക്കുന്നത്. അങ്ങനെതാ ഞങ്ങൾ ആ കടയൊന്നും നമുക്ക് പരിചയമില്ല, നമ്മളിങ്ങനെ നടന്നപ്പോൾ കണ്ടു. പിന്നെ അപ്പോൾ നമ്മൾ അടുത്തൊരു കട്ടൻ അടിക്കാണ്. അപ്പോൾ ഒരു സമയം ഇപ്പോൾ ടൈം ഒരു കറക്റ്റ് 6 മണിയൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ. 6 മണി 6:15 ആ ടൈമാണ്. അങ്ങനെ കാശിക്കുട്ടനോട് അവനെവിടെ പോയാലും ഈ ഓട്ടമാണ്. അവൻ്റെ പ്രായം അതല്ലേ, അങ്ങനെ ഓടി നടക്കണ്ടേ. അങ്ങനെ നമ്മൾ ചായക്കും വെയിറ്റ് ചെയ്തിരിക്കുക. അങ്ങനെ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ ശേഷം നമ്മൾ തിരിച്ചു പോകണം കേട്ടോ. നൈറ്റുള്ള ഒരു വൈബ് നോക്ക്, എന്ത് രസമല്ലേ. ആ മേലത്തെ റൂമുണ്ട് ലൈറ്റ് ഇട്ടേക്കുന്നത്, അത് ഞങ്ങളുടെ റൂമാണ് ഗൈസ്. എന്ത് രസമാണ്. പകൽ വന്നേക്കാളും എനിക്കിഷ്ടമായത് ഈ ഒരു ഈവനിങ് ടൈം തന്നെയായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. പിന്നെ നമ്മൾ താഴോട്ടൊന്ന് പോയി കാശീനെ ഒന്ന് ഉറക്കി കേട്ടോ. കാശി ഭയങ്കര കളിച്ച് ടയേർഡായിരുന്നു. പിന്നെ കാശിക്കുട്ടനെ ഉറക്കി നമ്മൾ താഴോട്ട് വന്ന് എക്സ്ട്രാ ബെഡ് മേടിക്കാൻ വേണ്ടി വന്നു. പിന്നെ പേയ്മെൻറ്റും ഒന്ന് ചെയ്താക്കാൻ ഓർത്തിട്ട് വന്നു. ഇതവിടുത്തെ സ്റ്റാഫാണേ. അങ്ങനെ ഇതാ ഓഫീസ്. ഇത് ഓഫീസിൻ്റെ ഉൾവശമാണ് കേട്ടോ. അടിപൊളിയായിരുന്നു കാണാൻ. ഇതാരാപ്പേനെയാണ് അലിഗേറ്ററാണെന്ന് പറയണേ. അറിയാവുന്നവർ ഞങ്ങളെല്ലാം മേടിച്ചതാണ്. തലയാണയും ബെഡൊക്കെ എക്സ്ട്രാ മേടിച്ച് ഞങ്ങളുടെ റൂമിലേക്ക് പോകാൻ നല്ല രസമില്ലേ. രാത്രി വൈബല്ലേ നിങ്ങൾക്ക് ഇഷ്ടമായ? അടിപൊളി. ശരിക്കും ഒരു നൈറ്റ് വൈബ് തന്നെയാണ് കേട്ടോ, അടിപൊളി. അങ്ങനെ അവർ നമുക്ക് ലൈറ്റൊക്കെ ഇട്ട് തന്നു കേട്ടോ. ഞാൻ വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ നൈറ്റ് ടൈം ആയതുകൊണ്ട് വെള്ളത്തിനൊക്കെ നല്ല തണുപ്പല്ലേ, കാരണം ഞങ്ങൾ പൂളിച്ചാടിയില്ല രാത്രി. പിന്നെ കുറേ നേരം ഫുഡൊക്കെ കഴിച്ചിട്ട് കുറേ നേരം സംസാരിച്ചു കൊണ്ടിരുന്നിട്ട് പുറകിലെ തുണിയൊന്നും കാര്യമാക്കേണ്ട ഞങ്ങൾ സ്വിമ്മിംഗ് പൂളിൽ പോയിട്ട് ഉണങ്ങാനിട്ടേക്കുന്നതാണ്. അങ്ങനെ ഞങ്ങൾ ഉറങ്ങാൻ വേണ്ടി കിടന്നു കേട്ടോ. അങ്ങനെ എല്ലാവരും കഥയും പറഞ്ഞിതാ ഉറങ്ങാൻ വേണ്ടി കിടന്നു. കാച്ചു നേരത്തെ ഉറങ്ങിയായിരുന്നേ. അപ്പം ഇനി രാവിലെ കാണാം. ഗുഡ് നൈറ്റ്. അങ്ങനെ ഞങ്ങൾ ഉറക്കമൊക്കെ കഴിഞ്ഞ് രാവിലെ എണീറ്റ് ഇത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയുള്ള പോക്കാട്ടോ. അങ്ങനെ നമ്മളൊന്ന് ഫ്രഷായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോകാനായിട്ട്. ഇന്ന് അവരുടെ വകയാണ് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ എനിക്ക് വീഡിയോ ആരെങ്കിലൊക്കെ എടുത്തു തരണ്ടേ, എന്നെ കാണണ്ടേ നിങ്ങൾ. അങ്ങനെ ഇനി എൻ്റെയും ഡുണ്ടുമ്മേൻ്റെ കുറച്ച് കോപ്രായങ്ങൾ കാണാം നിങ്ങൾക്ക്. ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് നോക്കിയിരിക്കും കേട്ടോ. അപ്പോൾ എടുത്ത വീഡിയോ ആണ്. പക്ഷേ ഇതൊക്കെ ഇപ്പോൾ കാണുമ്പോൾ നല്ല രസമല്ലേ. പഴയ ഞങ്ങളുടെ കോളേജ് കാലം തന്നെ ഞങ്ങൾ ഓർത്ത് കേട്ടോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് വന്നു. നൂലപ്പവും വെള്ളയപ്പമായിരുന്നു കേട്ടോ. നൂലപ്പം ഇടിയപ്പം എന്നൊക്കെ പറയും, ആ ഒരു സാധനമായിരുന്നു. പിന്നെ കടലക്കറി ഉണ്ടായിരുന്നു, ഗ്രീൻ പീസ് കറി ഉണ്ടായിരുന്നു. എനിക്ക് ഗ്രീൻ പീസ് കറിയായിട്ട് ഇഷ്ടപ്പെട്ടെ. അങ്ങനെ നല്ല കോഫി ഉണ്ടായിരുന്നു. അങ്ങനെ ഭക്ഷണമൊക്കെ നന്നായി കഴിച്ച ശേഷം കൈയൊക്കെ കഴുകി ഇപ്പം എന്നെ കാണാം. അതാ എന്നെ ഇങ്ങനെയൊക്കെ കാണിക്കാനേ വകയുള്ളൂ ഗൈസ്. അങ്ങനെ കാശിക്കുട്ടൻ അതിലേ ഓടിപ്പാഞ്ഞ് നടപ്പുണ്ട് കേട്ടോ. പക്ഷേ എല്ലാവരും നോക്കുന്നുണ്ട്, അവിടെ ശ്രദ്ധിക്കാൻ കുറേ ആൾക്കാരും ഒക്കെ ഉള്ളതുകൊണ്ട് വലിയ ടെൻഷനൊന്നുമില്ല. പിന്നെ അവർ തന്നെയായിരുന്നു കുട്ടീനെ നോക്കുന്നതൊക്കെ.
ഇത് നമ്മുടെ റൂമിൻ്റെ മേലെ നിന്ന് മോർണിംഗ് ഉള്ളൊരു വ്യൂ ആട്ടോ. ഇത് നല്ല രസമുണ്ട്. അത് ഏത് സമയത്ത് പോയാലും ഒരു നല്ല എന്താ ഞാൻ പറയുക, നിങ്ങൾ വന്നൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കൂട്ടോ. അങ്ങനെ നമ്മൾ പോകുന്നതിന് മുമ്പ് ഒന്നുകൂടെ പൂളി ചാടാൻ നോക്കിയിട്ട് ഞങ്ങൾ പിന്നെയും പൂളി ചാടാൻ പോയിട്ടോ. അങ്ങനെ കാശിക്കോട്ടെന്ന് പക്ഷേ വെള്ളം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹരമാണ് ഗൈസ്. അത് കാരണം അവന് തണുപ്പെന്നോ ചൂടെന്നോ ഒന്നുമില്ല, അവൻ വെള്ളത്തിലേക്ക് ചാടി. അങ്ങനെ ഞങ്ങൾ വെള്ളത്തിലൊക്കെ കളിച്ച ശേഷം എന്താ റിട്ടേൺ പോകാൻ വേണ്ടി ഒരുങ്ങിട്ടോ. ഈ ഒരു മൊമെൻറ്റ് ശരിക്കും കുറച്ച് സങ്കടകരമായിരുന്നു. കാരണം ഇനി എന്നാ കാണുക എന്ന് പോലും അറിയത്തില്ല. ഇങ്ങനെ ഇടയ്ക്കൊക്കെ കാണാൻ പറ്റണ്ടേ ചേ. അങ്ങനെ കുറേ മിസ് ചെയ്യും കേട്ടോ ഞാൻ അവരെ. കാരണം എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സാണ് അവർ രണ്ടുപേരും. അങ്ങനെ നമ്മൾ റിട്ടേൺ പോവുകയാണ് ഗേസ്. ഞാൻ രാഹുലേട്ടനെ വെയിറ്റ് ചെയ്ത് നിൽക്കാട്ടോ. ഞങ്ങൾ രാഹുലേട്ടൻ കൂട്ടാൻ വരും. അതാ ചേച്ചി നമ്മളവിടെ വർക്ക് ചെയ്യുന്ന ചേച്ചിയായിരുന്നു. നമുക്കെല്ലാം ചെയ്തു തരുന്നതൊക്കെ ആ ചേച്ചി തന്നെയായിരുന്നേ. പിന്നെ 2 ചേട്ടന്മാരും കൂടി ഉണ്ട്. അങ്ങനെ അവരവിടെ നമ്മൾ അവരോട് ബായ് പറയാൻ വേണ്ടി പോകുന്ന പോക്കാണ് കേട്ടോ. അങ്ങനെ അവരോടും ബായ് പറഞ്ഞ് നമ്മൾ പോവുകയാണ്. ശരിക്കും ഈ ഒരു നിമിഷവും ആ ഒരു സ്ഥലവും ഒക്കെ മിസ് ചെയ്യും കേട്ടോ. ഒന്നുകൂടെ വരാം അല്ലേ, ഇനിയും ഭാഗ്യമുണ്ടെങ്കിൽ ഒന്നുകൂടെ വരാം. അങ്ങനെ ഞങ്ങളൊരു ഉമ്മയൊക്കെ കൊടുത്ത് പോവുകയാണ്. എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. കാരണം 2 ദിവസം കൂടെ നിൽക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് സാഹചര്യം സമ്മതിക്കില്ല. അങ്ങനെ രാഹുലേട്ടൻ വന്നു കേട്ടോ. ഞങ്ങളെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ രാഹുലേട്ടൻ വന്നു. നേരത്തെ രാഹുലേട്ടനെ കാണിച്ചു തരാം. അങ്ങനെ നല്ല കുറച്ച് വെയിലും കാര്യം, മഴയൊക്കെ ഇപ്പോൾ കുറഞ്ഞുകൊണ്ട് ഇപ്പോൾ നല്ല വെയിലാണ്. അങ്ങനെ രാവിലെ അങ്ങനെ ഞങ്ങളെല്ലാം കൂടെ വണ്ടിയിലേക്ക് കയറി. ഇനി ഇവർ കുറച്ച് ഡുണ്ടൂനെ മീനങ്ങാടി ഇറക്കണം, 2 പേരെ മീനങ്ങാടി ഇറക്കണം കേട്ടോ. അങ്ങനെ ഇതാണ് നമ്മുടെ കാരാപ്പുഴ. ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഇതാണ് നമ്മുടെ കാരാപ്പുഴ. ഇവിടെ കാണാൻ ചെറിയൊരു പാർക്കും വാട്ടർഫോളും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് ഗെയിംസും അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ വരുന്നവരാണ് ഏറ്റവും കൂടുതലുള്ളത്. നമ്മുടെ ചന്ദ്രകാന്തി, നമ്മുടെ ഡുണ്ടുവിൻ്റെ സ്വന്തം കടയാണ്. അപ്പോൾ അവർ ബായ് പറഞ്ഞ് പോയിട്ടോ. എനിക്ക് ഭയങ്കര വിഷമമായി. ഇനി എന്നാലേ കാണുക. അപ്പം നമ്മളും അവരോട് ബായ് പറഞ്ഞ് നമ്മളും തിരിച്ച് വീട്ടിലേക്ക് പോയിട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നെങ്കിൽ ഡു ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്.